ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരാഴ്ച മുമ്പ് നമ്മളൊരു റിപ്പോർട്ട് ശ്രദ്ധിച്ചായിരുന്നു. അതായത് പാകിസ്ഥാൻ അവരുടെ J-15, J-17, J-17 ഫൈറ്റർ ജെറ്റ് സൗദി അറേബ്യക്ക് വിൽക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ കേട്ടത്. ആ വാർത്ത പൊതുവെ പുറത്തു വന്നപ്പോൾ പലർക്കും അത് വളരെയധികം എന്താ പറയുക, ഒരു സ്പെക്കുലേഷൻ, സംശയം ഒക്കെ ഉണ്ടായി. പാകിസ്ഥാൻ എന്തുകൊണ്ട് സൗദിക്ക് ഇതുപോലെ ഒരു ഫൈറ്റർ ജെറ്റ് വിമാനം, അല്ലെങ്കിൽ ഇതുപോലെ അവരവകാശപ്പെടുന്ന ഏറ്റവും ഹൈ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഫൈറ്റർ ജെറ്റ് സൗദിക്ക് നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം സൗദി അമേരിക്കയുടെ ഏറ്റവും, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയൊരു ലാർജസ്റ്റ് പാർട്ട്ണറാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും സൗദിയുടെ വെപ്പൺ സിസ്റ്റം എല്ലാം ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ ഇതുപോലുള്ള രാജ്യങ്ങളുടെ മാത്രമാണ് അവർ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു രാജ്യത്തിന് വാങ്ങിക്കാൻ അമേരിക്ക തൊട്ട് അതിനകത്തിൽ സമ്മതിക്കത്തും ഇല്ല. അപ്പോൾ ഇത് ഏകദേശം $2 ബില്യൺ ഡീലാണെന്നാണ് പൊതുവെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മൊത്തവും $4 ബില്യൺ ഡീലാണ്. അതിനകത്തിൽ ഏകദേശം 2 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയിൽ നിന്നും നേരത്തെ പാകിസ്ഥാൻ എടുത്ത ലോണുകൾ, അല്ലെങ്കിൽ സൗദി പാകിസ്ഥാൻ കൊടുത്ത ചില സഹായം എന്ന് പറയുമ്പോൾ ലോൺ, അതിൻ്റെ തിരിച്ചടവാണ് ഈ 2 ബില്യനും. ബാക്കി 2 ബില്യൺ ഏകദേശം ഈ പറഞ്ഞ എക്യുപ്മെന്റ്സിന്റെ എല്ലാം കൂടെ വിലയായിട്ടാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. ഇത് ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്തു വന്നപ്പം സൗദി എന്തുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നും ഈ പറഞ്ഞ J-17 ഫൈറ്റർ ജെറ്റ് വാങ്ങിക്കാൻ തീരുമാനിച്ചു എന്ന് പൊതുവെ നമ്മളുടെ ഈ പറഞ്ഞ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട നിരീക്ഷകരും, നമ്മളുടെ നിരീക്ഷകരുണ്ടല്ലോ, നിരീക്ഷകരും അനലിസ്റ്റും അല്ലെങ്കിൽ അതുപോലുള്ള എക്സ്പേർട്സും, സെക്യൂരിറ്റി എക്സ്പേർട്സും ഒക്കെ തന്നെ പല വിധത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചത്, അല്ലെങ്കിൽ പൊതുവെ പറയപ്പെട്ടതെന്നല്ല, പാകിസ്ഥാൻ എടുത്ത് $2 ബില്യൺ ലോൺ തിരിച്ചടയ്ക്കുന്നതിന് പകരം ഈ പറഞ്ഞ വെപ്പൺസ് കൊടുത്ത് സൗദിയുമായിട്ട് അത് സെറ്റിൽമെന്റ് ഉണ്ടാക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. ഈ J-17 ഫൈറ്റർ ജെറ്റ് ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് ഉണ്ടാക്കിയതാണ്. അതിനകത്തിൽ ഉപയോഗിക്കുന്ന എൻജിൻ റഷ്യയുടെയാണ്. അപ്പോൾ ഇത് സൗദിക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് അത് നമുക്കറിയാം എത്രത്തോളം അതിനകത്തിലൊരു താല്പര്യമില്ലായ്മ. കാരണം റഷ്യയുടെ ജെറ്റ് എൻജിൻ ഉപയോഗിച്ച്, ചൈനയുടെ മറ്റ് ടെക്നോളജികൾ ഉപയോഗിച്ച് സൗദി അറേബ്യ ഈ പറഞ്ഞ ഒരു ഫൈറ്റർ ജെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ വെപ്പൺസ് എല്ലാം ഉപയോഗിക്കുന്നു സൗദി അറേബ്യ. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അമേരിക്ക ഇത് എത്രത്തോളം ഇത് അപ്രൂവ് ചെയ്യും എന്നുള്ള ഒരു സംശയം നമുക്കുണ്ട്. അത് അപ്രൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്, നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ടർക്കി റഷ്യയുടെ S-400 വാങ്ങിച്ചപ്പോൾ തന്നെ അമേരിക്ക ടർക്കിക്കെതിരെ ഒത്തിരി സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും അവരെ F-35 പ്രോഗ്രാമിൽ നിന്ന്, ആ കൊളാബറേഷൻ നിന്നൊക്കെ ടർക്കിയെ പുറത്താക്കുകയൊക്കെ ചെയ്തതാണ്. ഇപ്പം ടർക്കി ഏകദേശം റഷ്യക്ക് ആ S-400 തിരിച്ച് നൽകുവാൻ ഏകദേശം ധാരണയായിട്ടാണെന്ന് തോന്നുന്നു. എന്നിട്ട് വീണ്ടും F-35 പ്രൊഡക്ഷൻ കൊളാബറേഷനിൽ ജോയിൻ ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ് ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതി നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സൗദി അറേബ്യ പോലുള്ള രാജ്യം ഈ പറഞ്ഞ ചൈന പാകിസ്ഥാൻ ഒരുമിച്ച് നിർമ്മിച്ച് റഷ്യയുടെ ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഒരു ഫൈറ്റർ ജെറ്റ് വാങ്ങിക്കുമ്പോൾ അമേരിക്കയുടെ പക്കൽ നിന്നും സാമാന്യം നല്ല രീതിയിലുള്ള സമ്മർദ്ദം സൗദിക്ക് മേൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പെക്കുലേഷൻ, അല്ലെങ്കിൽ ഈ ഒരു സംശയം ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയൊരു അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി പാകിസ്ഥാനിൽ നിന്നും ഈ F-17 ജെറ്റ് എൻജിൻ വാങ്ങിച്ചിട്ട് സുഡാന് കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പം സൗദിയും സുഡാനും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ്. സുഡാനിൽ സൗദിയും UAE തമ്മിലുള്ള രൂക്ഷമായിട്ടുള്ള വടംവലികൾ, ടഗ് ഓഫ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് പല മേഖലകളിലും. ഇപ്പം നമ്മൾ യമനിലെ ലേറ്റസ്റ്റ് പ്രശ്നം കണ്ടാണ് സുഡാന് മറ്റു പല പ്രശ്നം മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ആഫ്രിക്കൻ റീജിയനിലൊക്കെ തന്നെ സൗദിയും UAE തമ്മിൽ ഇപ്പം വളരെ രൂക്ഷമായിട്ടുള്ള കോൾഡ് വാറും ഹോട്ട് വാറും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൗദി UAE തമ്മിലുള്ള പ്രശ്നം സുഡാനിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ സൗദി പാകിസ്ഥാനിൽ നിന്നും ഈ J-17 വാങ്ങിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സൗദിക്ക് ആവശ്യമുണ്ടായിട്ടല്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സൗദിക്ക് അങ്ങനെ ഒരു മിലിറ്ററി പർച്ചേസ് പാകിസ്ഥാനിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം സൗദിയുടെ സ്റ്റാറ്റസിന് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ കളങ്കം വരുന്നതാണ്. കാരണം സൗദിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് കൊടുക്കുവാൻ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ചൈനയുടെ നിന്നും ഇങ്ങനൊരു ആയുധം സൗദിക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയല്ലാതെ അമേരിക്കൻ ക്യാമ്പിൽ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് അവർക്ക്
സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്താണ് പറയുന്നത് ഈ പറഞ്ഞ പ്രഷേഴ്സൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത് സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇപ്പം സുഡാനിൽ സൗദിയുടെയും UAE-യുടെയും തമ്മിൽ പവർ പ്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സുഡാന്റെ ഒരു കക്ഷിയായിട്ടുള്ള സൗദി സപ്പോർട്ട് ചെയ്യുന്ന സുഡാൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സുഡാന് വേണ്ടിയാണ് ഈ പറഞ്ഞ ആംസ് പർച്ചേസ് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സൗദി UAE-യും തമ്മിൽ, അതായത് ഈ UAE-യും ഇസ്രായേലും തമ്മിലാണ് ഇപ്പം വളരെ എന്താണ് പറയുന്നത് ഈ കൂട്ടുകെട്ട് മിഡിൽ ഈസ്റ്റിൽ. UAE-യും ഇസ്രായേലും തമ്മിൽ പലതരത്തിലുള്ള പിന്നെ എന്താണ് പറയുന്നത് പലതരത്തിൽ മീൻസ് പല രാജ്യങ്ങളിൽ UAE-യും ഇസ്രായേലും തമ്മിൽ പല പ്രോക്സി പരിപാടികൾ നടത്തുന്നുണ്ട്. അതിൻ്റെ എല്ലാം എതിരെ സൗദി അറേബ്യ ഉണ്ട്. യമനിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസിഡൻറ്റും ഈ UAE-യും സൗദിയും തമ്മിലുള്ള ക്ലാഷ് ആയിരുന്നു. അതിൽ ഒരു വശത്ത് UAE-യും ഇസ്രായേലും ആയിരുന്നു, മറുവശത്ത് സൗദിയാണ്. സൗദിക്ക് മനസ്സിലായി, കാരണം UAE അവിടെ ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി കാര്യമായിട്ടുള്ള പിന്നെ സൗദി വിരുദ്ധ പ്രവർത്തനങ്ങൾ സൗദിയുടെ ബോർഡറിലാണ് ഈ പറഞ്ഞ സൗത്ത് യമനിലെ UAE-യുടെ ആധിപത്യം അല്ലെങ്കിൽ ഡോമിനൻസ് കൂട്ടിക്കൊണ്ട് വരുന്നത്. സൗദിക്ക് മനസ്സിലായി സൗദിയുടെ സോവറൻ അവരുടെ പരമാധികാരത്തെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അത് ഭീഷണിയായിട്ട് വരുന്നു എന്നുള്ള റെഡ് സിഗ്നൽ അവർക്ക് ലഭിച്ചതിൻ്റെ ഫലമായിട്ടാണ് സൗദി UAE-യുടെ ചില സപ്പോർട്ടോടു കൂടിയുള്ള പ്രദേശങ്ങളിൽ ബോംബിടുകയും എത്രയും പെട്ടെന്ന് അവിടുന്ന് UAE വിഡ്രോ ചെയ്യണം എന്നൊക്കെ പറയുകയും UAE അവിടുന്ന് വിഡ്രോ ചെയ്ത് പോവുകയൊക്കെ ചെയ്ത ഒരു കാഴ്ച ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇവിടെ സുഡാനിലും സൗദിയും UAE-യും തമ്മിലുള്ള വടംവലികൾ നടക്കുന്നുണ്ട്. ഇസ്രായേലും UAE ആണ് ഒരു ഭാഗത്ത്. ഈ സൗദിയുടെ പിന്നെ അതായത് ഇസ്രായേലും UAE-യും തമ്മിൽ സപ്പോർട്ട് ചെയ്യുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് RSF എന്ന് പറഞ്ഞ മിലീഷ്യ ഉണ്ട്. മിലീഷ്യ എന്ന് പറഞ്ഞാൽ അവർ നമുക്കറിയാം പ്രോക്സി തീവ്രവാദ സംഘടന എന്നൊക്കെ നമ്മൾ പറയുന്ന മിലീഷ്യയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് അവരുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മിലിറ്ററി അല്ല, മിലീഷ്യയാണ്. അപ്പോൾ ഈ RSF-നെ, റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെ ഇസ്രായേലും UAE-യാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് സൗദിക്കെതിരെ നിലനിൽക്കുന്ന ഒരു പിന്നെ ഗ്രൂപ്പാണത്, മിലിറ്റന്റ് ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് സൗദിയും UAE-യും തമ്മിൽ ഈ സുഡാനിൽ വലിയ പ്രശ്നങ്ങൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഈ പറഞ്ഞ ഗവൺമെന്റ് ടോക്കൺ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഡീലിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ സൗദി അറേബ്യക്ക് കൃത്യമായിട്ട് സുഡാൻ ഗവൺമെന്റിനെ സഹായിക്കാൻ അതായത് കഴിയുന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു മിലിറ്ററി പിന്നെ സപ്പോർട്ട് സുഡാൻ ഗവൺമെന്റിന് കൊടുക്കണം എന്നുള്ള ഒരു പിന്നെ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ പർച്ചേസ് നടത്തുന്നതാണ് നമുക്ക് പൊതുവെയുള്ള വിലയിരുത്തൽ നടന്നത്. സൗദി പാകിസ്ഥാനിൽ നിന്ന് എന്തുകൊണ്ട് വാങ്ങിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ സൗദിയിൽ നിന്ന് കാലാകാലങ്ങളായിട്ട് എടുത്തിട്ടുള്ള ബില്യൺസ് ഓഫ് ഡോളേഴ്സ്, അപ്പോൾ അത് തിരിച്ചടയ്ക്കാൻ വേറെ നിർവാഹമൊന്നുമില്ല. അതിന് പകരം ഇങ്ങനെ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ജോയിന്റ് കൊളാബറേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഫൈറ്റർ ജെറ്റ് കൊടുത്തിട്ട് ആ ഡീല്, ആ പൈസ നമ്മൾ ഇപ്പം നമുക്കങ്ങനെ പൊതുവെ നമുക്ക് ലോകത്ത് കാണുന്നതല്ല ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. ഒരു രാജ്യം മറ്റു രാജ്യത്തു നിന്ന് കടമെടുത്തിട്ട് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പല ബദൽ സംവിധാനങ്ങളുണ്ടല്ലോ തീർച്ചയായിട്ടും അതിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുപോലൊരു സെറ്റിൽമെന്റ് മാത്രമാണ് പാകിസ്ഥാനും സൗദിയും തമ്മിൽ. സൗദിക്ക് J-17 വിമാനം വേണ്ടിയിട്ടല്ല, മറിച്ച് അവർക്കത് സുഡാനീസ് ഗവൺമെന്റിന് കൊടുത്ത് സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഖത്തറിൽ ഇസ്രായേൽ ബോംബിട്ടതിന് ശേഷം സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു മിലിറ്ററി അഗ്രിമെന്റിൽ ധാരണയിലൊക്കെ വന്നിരുന്നു. കാരണം ഇരു രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ടർക്കിയും അവരോടൊപ്പം ചേരാൻ പോവുകയാണ്. ആ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സുഡാനും സൗദിയും തമ്മിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. പാകിസ്ഥാനി J-17 ഫൈറ്റർ ജെറ്റ് മ്യാൻമാറിനും നൈജീരിയയ്ക്കൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പാകിസ്ഥാൻ ഈ പറഞ്ഞ ഡീലെല്ലാം നടക്കുന്ന ഗവൺമെന്റ് അഗ്രിമെന്റ് അനുസരിച്ചാണെന്നാണ് പറയപ്പെടുന്നത്. സുഡാനും സൗദിയും തമ്മിൽ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള റിലേഷൻസ് എല്ലാം ഉണ്ട്. സുഡാനിൽ ഇപ്പോൾ സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിവിൽ വാറിന്റെ ഒരു ഭാഗത്ത് സൗദി അറേബ്യയും അവർ സപ്പോർട്ട് ചെയ്യുന്ന സുഡാനിന്റെ ആർമിയും, മറുഭാഗത്ത് RSF എന്ന് പറയുന്ന UAE-യും ഇസ്രായേലും സപ്പോർട്ട് ചെയ്യുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സുമാണ്. അപ്പോൾ ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെ ഫണ്ട് ചെയ്യുന്നതും ആം ചെയ്യുന്നതും മറ്റുള്ള ഇന്റലിജൻസ് കൊടുക്കുന്നതും എല്ലാം തന്നെ UAE ആണ്. UAE പ്ലസ് ഇസ്രായേലാണ്. അപ്പോൾ ഇത് സൗദിക്ക് വലിയ തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സുഡാനിൽ താമസിയാതെ തന്നെ ഒരുപക്ഷെ സൗദിയും UAE-യും തമ്മിലുള്ള ഒരു യമനെ കണ്ടുള്ള കോൺഫ്ലിക്റ്റ് നമുക്ക് കാണുവാനുള്ള, അവിടെ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും തന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ഇതുപോലുള്ള കോൺഫ്ലിക്റ്റ്, ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ ഫൈറ്റ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ റിസോഴ്സുകൾ കാണും. ഒന്നി ഓയിൽ കാണും, ഗ്യാസ് കാണും, അല്ലെങ്കിൽ മറ്റ് മിനറൽ റിസോഴ്സുകൾ കാണും, ഗോൾഡ് കാണും.
അപ്പം ഈ പറഞ്ഞ റിസോഴ്സുകളെ കൈക്കലാക്കാനും അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനും ഒക്കെ തന്നെയാണ് ഈ പറഞ്ഞ വാറുകൾ, സിവിൽ വാറുകൾ പല രാജ്യത്തു നിന്ന് നടത്തുന്നത് ഈ പറഞ്ഞ രാജ്യങ്ങൾ വന്നിട്ട്. UAE ആണ് ഇത് ഈ സുഡാനിലെ ഒരു ഫാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും UAE ചെയ്യുന്നതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടിയാണെന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്. യമനിലായാലും ശരി, സുഡാനിലായാലും മറ്റ് മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ UAE നടത്തുന്ന പിന്നെ ഇന്റർഫറൻസ് എന്നുവെച്ചാൽ ഇടപെടലുകൾ അവരെല്ലാം നടത്തുന്നുണ്ട്. സൗദി ചെയ്യുന്നുണ്ട്, ടർക്കി ചെയ്യുന്നുണ്ട്, നമുക്കറിയാം ഇറാന്റെ കാര്യം അറിയാം. ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പവർ പ്ലേ നടത്തുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ പറഞ്ഞ ഈ ഇടപെടൽ മറ്റൊരു രാജ്യത്ത് അവർ കടന്നു കയറിയിട്ട് ഈ പറഞ്ഞ സിവിൽ വാറിനെ അവർ പ്രൊമോട്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ റിസോഴ്സുകൾ ഗോൾഡ് അല്ലെങ്കിൽ മറ്റ് പിന്നെ എന്താണ് പറയുന്നത് വിലപിടിപ്പുള്ള മിനറൽ റിസോഴ്സുകൾ, ഓയില്, ഗ്യാസ് ഇതുപോലുള്ള പിന്നെ വിഭവങ്ങൾ ഉണ്ട്. ആ വിഭവങ്ങളുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള സിവിൽ വാർ നമ്മൾ ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സൗദിയും UAEയും തമ്മിലുള്ള ഏഹ്, പിന്നെ ഒരു ഫൈറ്റാണ് സുഡാനിലും നമുക്ക് ഇപ്പോൾ എന്താണ് പറയുന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട്. സൗദിയുടെ സപ്പോർട്ടാണ് സുഡാനീസ് ഗവൺമെന്റിനും ആർമിക്കും ഉള്ളത്. മറുഭാഗത്ത് ഈ പറഞ്ഞ RSF എന്ന് പറയുന്ന മിലീഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നത് UAE ആണ്. അത് ഇസ്രായേൽ UAE ഒരു കോമ്പിനേഷന്റെ സപ്പോർട്ടോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു മിലീഷ്യയാണ്. RSF എന്ന് പറയുന്ന മിലീഷ്യ ഇപ്പോൾ പിന്നെ സുഡാന്റെ ഈ ഗോൾഡ് റിസർവ് ഉള്ള അല്ലെങ്കിൽ ഗോൾഡ് ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ നല്ലൊരു ഏരിയയും ഇപ്പം UAEയുടെ നേതൃത്വത്തിലുള്ള RSF കൺട്രോൾ ചെയ്യുന്നുണ്ട്. 2025 ഫെബ്രുവരിയിൽ ഏകദേശം ഈ പറഞ്ഞ RSF എന്ന് പറഞ്ഞൊരു പുതിയ ഗവൺമെന്റിനെ ഫോം ചെയ്യുകയും സൗദി അറേബ്യ അതിനെ വളരെ പബ്ലിക്കായിട്ട് ഓപ്പണായിട്ട് അതിനെ എതിർക്കുകയൊക്കെ ചെയ്തതാണ്. ഈ യമനിലും UAE നടന്ന സദേൺ ട്രാൻസിഷണൽ കൗൺസിലിനെ കൊണ്ട് സൗത്ത് യമൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാക്കിയിട്ട് അതിനെ പിന്നെ അംഗീകരിക്കുക, ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുക. അങ്ങനെ ഇസ്രായേൽ പതുക്കെ പതുക്കെ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ മൊത്തം അവരുടെ ആധിപത്യം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രോക്സിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UAE എന്ന് പറഞ്ഞ രാജ്യം എന്നത്. അപ്പൊ ഇത് സൗദിയുടെ താല്പര്യത്തെ പിന്നെ പൂർണ്ണമായിട്ടും എന്താണ് പറയുന്നത് ഈ ചലഞ്ച് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് അവരുടെ പിന്നെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളൊക്കെയാണ് യമൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സൗദിക്ക് ഇതുപോലുള്ള ഈ UAEയുടെ അവരുടെ ശരിക്കുള്ള UAEയുടെ ശരിക്കുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള പ്രോജക്റ്റ് അനുസരിച്ച് അവരുടെ പിന്നെ ജിയോഗ്രഫി വർദ്ധിപ്പിക്കുക. അപ്പോൾ ജിയോഗ്രഫി വർദ്ധിപ്പിക്കണമെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം ഫ്രാഗ്മെന്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം പിടിച്ചെടുത്ത് ഓരോ രാജ്യമായിട്ട് ഇസ്രായേലിന്റെ താല്പര്യത്തോടു കൂടി ഇസ്രായേലിന്റെ താല്പര്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ബ്ലെസ്സിങ്ങോട് കൂടിയാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ഒന്നുമല്ല ഇസ്രായേൽ ഒറ്റയ്ക്ക് നടത്തുന്നത്. അപ്പം ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഫ്രാഗ്മെന്റ് ചെയ്തിട്ട് അതിനെ ഏറ്റവും വൈറ്റലായിട്ടുള്ള വളരെ സ്ട്രാറ്റജിക് തന്ത്രപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ സൊമാലിലാൻഡ്, ഇസ്രായേൽ സൊമാലിലാൻഡിനെ ഒരു പുതിയ രാജ്യമായിട്ട് അംഗീകരിച്ചു. അതുപോലെ യമനിൽ ഈ പറഞ്ഞ സൗത്ത് യമനിൽ ഈ UAEയുടെ നേതൃത്വത്തിലുള്ള സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ ഇനി സൗത്ത് യമൻ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായിട്ട് അവരെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓരോ പ്രദേശവും പിടിച്ചെടുത്ത് അതിനെ പുതിയ രാജ്യമാക്കി മാറ്റിയെടുത്തുകൊണ്ട് ഇസ്രായേലിന്റെ പിന്നെ എന്താണ് ഡോമിനൻസ് അല്ലെങ്കിൽ കൺട്രോൾ, അധികാര പരിധി അല്ലെങ്കിൽ ആ വ്യാപ്തി അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രോക്സിയായിട്ടാണ് UAE വർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് UAE ഇബ്രാഹിം അക്കോളിലെ ഇസ്രായേലുമായിട്ട് ഒപ്പിട്ടതും അതിനുശേഷം ഈ പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്ന മിഡിൽ ഈസ്റ്റിലെ ഈ സിവിൽ വാറുകളെല്ലാം തന്നെ. അപ്പോൾ അവിടെ സുഡാനിൽ ഈ പറഞ്ഞൊരു സിമിലർ ജിയോ പൊളിറ്റിക്കൽ പിന്നെ എന്താണ് പറയുന്നത് കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സുഡാന്റെ ആർമി ലീഡർ പിന്നെ സൗദിയുടെ പ്രിൻസിനെ മീറ്റ് ചെയ്യുകയും അവിടെ വെച്ച് മീറ്റിംഗ് ഒക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഡാനിലും രൂക്ഷമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് സൗദിയും UAEയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ രൂക്ഷമായുള്ള സാധ്യതയാണ്. ഒരുപക്ഷെ ഈ ഒരു ഡീല് പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള ഡീലിൽ കൂടെ ഈ ആയുധം സുഡാൻ ആർമിയുടെ അല്ലെങ്കിൽ സുഡാനീസ് ഇപ്പോൾ ഒഫീഷ്യലുള്ള ഗവൺമെന്റിന്റെ പക്കൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ UAE ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന RSFനെതിരെ വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അവർക്ക് ഒരുപക്ഷെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഇനി പാകിസ്ഥാൻ ഇങ്ങനെ ഈ പാകിസ്ഥാനെ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയാണ്? അമേരിക്കയുടെ പിന്നെ സഹായം ഉള്ളതുകൊണ്ട് IMFൽ നിന്നും മറ്റിടത്തു നിന്നൊക്കെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ലോൺ കിട്ടുന്നുണ്ട്. പിന്നെ ചൈന, ടർക്കി, UAE, ഖത്തർ, സൗദി ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ മാറിയും മറിഞ്ഞും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാന് UAE ആയിട്ടും സൗദിയുടെ ഒക്കെ നല്ല ബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞൊരു
ഇടപാടിന് വേണ്ടി പാകിസ്ഥാൻ പോവുകയാണെങ്കിൽ അത് UAEയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ വഷളാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പാകിസ്ഥാൻ ഈ ഒരു പിന്നെ ഡീൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ UAEയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എങ്ങനെ പാകിസ്ഥാന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഒരു സംശയമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിപ്പോൾ സൗദി ഈ പറഞ്ഞ പാകിസ്ഥാനിൽ നിന്ന് J-17 ഫൈറ്റർ ജെറ്റ്സ് വാങ്ങിക്കുന്നത് സുഡാൻ ആർമിയെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ സ്ട്രെങ്തൻ ചെയ്താൽ മാത്രമേ RSFനെതിരെ UAE സപ്പോർട്ട് ചെയ്യുന്ന RSFനെതിരെ ഉള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ പാകിസ്ഥാനോ സൗദിയോ ഒന്നും ഈ പറഞ്ഞ ഡീലിനെ കുറിച്ച് രണ്ടുപേരും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ ലോണിന് വേണ്ടിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ സൗദിയുടെ സ്വന്തം മിലിറ്ററി പർപ്പസിന് വേണ്ടിയാണോ ഒന്നും പറഞ്ഞ് ഒരു രീതിയിലും ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള എന്താ പറയുന്നത് ഒരു വിവരണമോ ഇൻഫർമേഷനോ ഒന്നും ഈ പറഞ്ഞ ഗവൺമെൻറ് തലത്തിൽ നിന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും സൗദിയുടെ ഭാഗത്തു നിന്നും വരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നെഗോസിയേഷൻസ് നടക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പം ഈ പറഞ്ഞൊരു ഡീല് സൗദിയുമായിട്ട് ഇത് നടക്കുകയാണെങ്കിൽ, അതിനൊരു പരിസമാപ്തി ഉണ്ടാകുകയാണെങ്കിൽ UAEക്ക് ഒരു പക്ഷേ പാകിസ്ഥാനോട് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ദേഷ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് പാകിസ്ഥാൻ ഇതുവരെ UAEയിൽ നിന്നും അബുദാബിയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന ധനസഹായങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പിന്നെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നിർത്തുവാനുള്ള അല്ലെങ്കിൽ കിട്ടാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ത്യയുമായിട്ട് കൂടുതൽ ബന്ധം ശക്തമാക്കുവാനും ഒരുപക്ഷെ അതുവഴി പാകിസ്ഥാന് ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ UAEക്കൊക്കെ ഒരു നിലപാടെടുക്കുവാനുള്ള സാധ്യത അതുവഴി ഉണ്ടാകാം എന്നുള്ളത് ഒരു ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു എന്താണ് പ്രതീക്ഷ അല്ലെങ്കിൽ സ്പെക്കുലേഷനാണ് നമുക്ക് അറിഞ്ഞത്. പക്ഷേ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ്, ജിയോ പൊളിറ്റിക്സ് ആണ്, അതിനകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും ഒക്കെ ഫ്രണ്ട് എനിമി ഒക്കെ ആയി മാറും. ഇന്നത്തെ ഫ്രണ്ട്സ് നാളത്തെ എനിമീസ് ആയിരിക്കും, ഇന്നത്തെ എനിമീസ് നാളത്തെ ഫ്രണ്ട്സ് ആയിരിക്കും. ഇപ്പോൾ സൗഹൃദമുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചിലപ്പോൾ തെറ്റിപ്പിരിയാം. ഇതൊക്കെ തന്നെ നമ്മൾ ജിയോ പൊളിറ്റിക്സിൽ എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നും സ്ഥിരമായിട്ടുള്ള കാഴ്ചകളല്ല, ഇതിനെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇവിടെ നമുക്ക് ഇപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സൗദിയും പാകിസ്ഥാനായിട്ടുള്ള ഡീല് അത് പിന്നെ ഫൈനലൈസ് ആകുകയാണെങ്കിൽ സൗദി സപ്പോർട്ട് ചെയ്യുന്ന സുഡാനീസ് ആർമീസിനെ അത് സുഡാനിൽ കൂടുതൽ ശക്തി പകരുകയും UAE സപ്പോർട്ട് ചെയ്യുന്ന RSFനെതിരെ അവർക്ക് ശക്തമായിട്ടുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കും. അതുവഴി സൗദി വീണ്ടും UAE ഇസ്രായേൽ ആ ഒരു എന്താ പറയുന്നത് കോമ്പിനേഷന് എതിരെ ശക്തമായിട്ട് മിഡിൽ ഈസ്റ്റിൽ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതുവഴി പാകിസ്ഥാനും UAEയും തമ്മിലുള്ള ബന്ധം എങ്ങനെ തീരും എന്നുള്ളതും ഒരു എന്താ പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇപ്പോൾ നിൽക്കുന്നു. ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം മറ്റൊരു ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.